ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഇന്ന് നമ്മൾ ഭാവത്തെ നോക്കണ സമയത്ത് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുമോ എന്നറിയാനുള്ള ചില ടിപ്സ് നോക്കാം. അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുമോ എന്ന്. അത് തൊട്ടു മുമ്പ് കഴിഞ്ഞ വീഡിയോ നോക്കുകയാണെങ്കിൽ അറിയാം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിട്ടിയവന് കെട്ട്, പെട്ടവന് കെട്ട്, മുട്ടാള് കെട്ട്, കെട്ടവന് കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എന്തുകൊണ്ടാണ് മുട്ടാള് കെട്ട് എന്ന് പറയണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എട്ടിന്റെ പണി കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എട്ടിന്റെ പണി കിട്ടുക എന്ന് പലരും പറയുമ്പോൾ എന്താണോ ഈ എട്ടിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ വലിയ കുഴപ്പം തന്നെയാണ്. ജാതക പ്രകാരം എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർവപ്രണാശോ വിഭിതോപവാദോ ഹേതുപ്രദേശോ മരണസിദാസ്യം, അതിൽ രന്ധ്രേ പാപ വിയോഗ ദുഃഖ എന്ന് പറയുന്ന മാതിരി രന്ധ്രേ മരണം, ഹരണം, ദാസക്ലേശം, വിഘ്നാതി രന്ധ്രാൽ എന്നൊക്കെ പറയുന്ന മാതിരി പല പ്രമാണങ്ങള് ജ്യോതിഷത്തിൽ വെച്ചിട്ട് ഈ ഫലങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. സ്പീഡ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ജാതകപ്പടി എട്ടാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലപുരുഷന്റെ എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്ചികരാശിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു പോയി. ഇത് കാലപുരുഷനല്ല, നിങ്ങളാവുന്ന പുരുഷന്റെ അല്ലെങ്കിൽ നിങ്ങളാവുന്ന സ്ത്രീയുടെ എട്ടാം ഭാവം ഏതാണോ അതനുസരിച്ചിട്ടായിരിക്കും ഫലം വരുന്നത്. എട്ടാം ഭാവത്തിന്റെ ദശാപഹാരങ്ങള് ശ്രദ്ധിക്കണം. എട്ടാം ഭാവാധിപന്റെ ചാരവശാലുള്ള സമയത്ത് ഏത് രാശിയിൽ നിൽക്കുന്നോ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചന്ദ്രൻ വന്നിട്ട് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന സമയം ശ്രദ്ധിക്കണം. അപ്പൊ എട്ടായിട്ട് കണക്ട് ചെയ്ത് പല സംഭവങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ കെട്ടവനക്ക് എട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാല്, കെട്ടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുട്ടാള് കെട്ടെന്നുള്ളത് ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് കെട്ടവന് കെട്ടെന്നാണ് പറയാൻ പോണത്. തമിഴ് ചൊല്ലാണ്. ഈ വീഡിയോയിൽ ഈ ചാനലിൽ 300-ൽ പരം വീഡിയോസ് ഉള്ളത് പലതും തമിഴ് അസ്ട്രോളജി ആയിട്ട് ബന്ധപ്പെട്ടതും പലതും കേരള അസ്ട്രോളജി ആയിട്ട് ബന്ധപ്പെട്ട് പ്രമാണ സഹിതം ഹോരാശാസ്ത്രം, ബൃഹജാതപദ്ധതി, സാരാവലി, ഫലദീപിക, പ്രശ്നമാർഗ അനുഷ്ഠാന പദ്ധതി മുതലായ പല തരത്തിലുള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല ഗ്രന്ഥങ്ങളെയും ഉൾക്കൊള്ളുകൊണ്ട് പ്രമാണ സഹിതമുള്ള വീഡിയോകളും വിശദമായിട്ടുള്ള ഹോരാശാസ്ത്രത്തിലെ പഠനങ്ങളുടെ വീഡിയോയും, അത് മാത്രമല്ല ട്രഡീഷണൽ ആയിട്ടുള്ള അസ്ട്രോളജിക്കലി എങ്ങനെ പ്രശ്നം വെക്കുന്നു, എങ്ങനെ ജാതകം നോക്കുന്നു എന്നൊക്കെയുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ നിറഞ്ഞ വീഡിയോയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ള ടിപ്സും ജാതകം നോക്കുന്ന രീതികളും കാരകത്വവും ഗ്രഹകാരകത്വം, നക്ഷത്രകാരകത്വം, ഭാവകാരകത്വം മുതലായവയൊക്കെ ടിപ്സ് ബൈ ടിപ്പായിട്ട് പെട്ടെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോകൾ ഈ ചാനലിലുണ്ട്. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇതിപ്പോ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോ ഒത്തിരി വീഡിയോകൾ കിടക്കുന്നുണ്ട്. പലതും പല ഫോമിലുള്ള വീഡിയോസ് ആയിരിക്കും. ഇനി തമിഴ് അസ്ട്രോളജിയിൽ തന്നെയാണെങ്കിൽ DN മെത്തേഡ്, ALP മെത്തേഡ്, KP മെത്തേഡ്, അങ്ങനെ പല പല മെത്തേഡുകളിലും ഉള്ള പല സാധനങ്ങളുണ്ട്. കെട്ടവനക്ക് എട്ടെന്ന് ഞാൻ പറയുന്നത്, കെട്ടവനക്ക് എട്ടെന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ എട്ടാം ഭാവാധിപന്റെ ദശാഭാരങ്ങൾ നടക്കുമ്പോൾ ആൾ കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എടാ, ഇത് എല്ലാവർക്കും ഇത് വന്നെന്നില്ലട്ടാ. എല്ലാവർക്കും എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോ വരാമെന്നുള്ളതിന് ഒരു ലോങ് വീഡിയോ 1.25 മണിക്കൂറുള്ള ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ഭാവാധിപൻ പോയിട്ടിരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചായിരിക്കും കെടുവോ കിട്ടുവോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പൊ ലഗ്നം കർക്കിടക ലഗ്നമാണെങ്കിൽ അതിന് എട്ടാം ഭാവം എന്ന് പറയുന്നത് ശനിയുടെ ഭാവമായതുകൊണ്ട് ലഗ്നവും ലഗ്നാധിപനും തമ്മിൽ ഉള്ള ബന്ധം ശരിയല്ലാത്തതുകൊണ്ട്, ശത്രുത ഉള്ളതുകൊണ്ട് ഈ എട്ടാം ഭാവാധിപൻ വന്നിട്ട് ഏതെങ്കിലും ഒരു ഭാവത്തില് പ്രോബ്ലമാറ്റിക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഭാവത്തെ കെടുത്താനായിട്ട് സാധിക്കും. കാരണം ഇപ്പൊ 2-ൽ എട്ടാം ഭാവാധിപൻ ഇരിക്കുകയാണെങ്കിൽ സൂര്യന്റെയും ശനിയുടെയും അമ്മയിപ്പ് റോങ് ആയതുകൊണ്ട് ചീത്ത ശീലങ്ങൾ, ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കെട്ടവൻ കെട്ട്, എട്ടാം ഭാവാധിപൻ 2-ല് നാശസ്ഥനായിട്ടുള്ള ഗ്രഹത്തോട് കൂടി ഇരിക്കുമ്പോൾ, നാശസ്ഥനായിട്ടുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ ഓരോ ഗ്രഹത്തിനും ഓരോ അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ശത്രുക്ഷേത്രത്തിൽ ഇരിക്കുക, ബലമില്ലാത്ത ക്ഷേത്രത്തിൽ ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവൻ കെടും. ഇത് മാത്രം വെച്ചിട്ട് പറയാൻ പറ്റൂല കേട്ടാ. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നോക്കണം. ഇതിരിക്കുന്ന നക്ഷത്രം ഏത്, ഇവിടെ സൂര്യൻ ഇരിക്കുന്ന രാശി ഏത്, ഇവിടെ ഈ ശനിയുടെ ഈ രാശിയിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു, ഈ ശനിയുടെ അടുത്ത രാശിയിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു, ഈ ശനി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ശനിയെ ആരൊക്കെ നോക്കുന്നു, അത് സ്ട്രെയിറ്റ് പവർവേയും കൊണ്ട് ആര് നോക്കുന്നു, ലെഫ്റ്റ് ആംഗിളും റൈറ്റ് ആംഗിളും കൊണ്ട് ആരൊക്കെ നോക്കുന്നു, അതായത് 4-8 കൊണ്ടുള്ള ചൊവ്വയുടെയും 5-7, 5-9 കൊണ്ടുള്ള വ്യാഴത്തിന്റെയും 3-10 കൊണ്ടുള്ള ശനിയുടെയും പ്രത്യേക ദൃഷ്ടികളും, പിന്നെ അരദൃഷ്ടി, കാൽദൃഷ്ടി, മുക്കാൽ ദൃഷ്ടിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദൃഷ്ടി ഏത്, ഇത് ഉള്ള ദൃഷ്ടികളിൽ തന്നെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ദൃഷ്ടി ഏത്, അതിന് നമ്മൾ
ഫസ്റ്റ് വരുന്ന ബലം, എന്ത് ബലത്തെ നൽകും എന്നുള്ളത്, ഫസ്റ്റ് വരുന്ന ബലം, സെക്കൻഡ്, തേർഡ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ത് എന്ന് ഗണിച്ചിട്ട് ആ ബലത്തിന് പറയുക അടുത്ത ബലം ഓരോന്നോരോന്നായിട്ട് വരുമെന്നുള്ള കണക്കിലൊക്കെ ആയിരിക്കും ബലം തന്നെ. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, നിങ്ങൾ ഈ അവസ്ഥയിലാണെങ്കിൽ കെട്ടവനുക്ക് 8 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 8ാം ഭാവാധിപന്റെ ദശയും എട്ടിൽ നിൽക്കുന്ന ഒരു ഗ്രഹം ഉണ്ടെന്ന് വരിക. ഇപ്പൊ ഈ സ്ഥലത്ത് പോയിട്ട് 8 പോയിട്ട് ചൊവ്വ നിൽക്കുകയാണ്. ഈ സ്ഥാനം ചൊവ്വയ്ക്ക് അത്ര ഇഷ്ടമല്ല. ഇത് 5ാം ഭാവവും 10ാം ഭാവവുമാണ്. കർമ്മത്തെ ബാധിക്കാനും പൂർവീയമായ സ്വത്തിനെ ബാധിക്കാനും സാധ്യതയുണ്ട് ഈ ദശയിലെ അപഹാരത്തിൽ നിന്ന് നമ്മൾ ഓർത്തിട്ട്. അപ്പൊ 8ാം ഭാവം, 8ൽ നിൽക്കുന്ന ഗ്രഹം, 8ാം ഭാവാധിപൻ, ഇവയെ വെച്ചുകൊണ്ടിട്ട് നമ്മൾ ഇത് കെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതാണ് ഈ കെട്ടവന് കെട്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ കെടുക എന്ന് പറഞ്ഞാൽ പല വിധത്തിലാണ്. സിമ്പിളായിട്ട് ഭാവാധിപൻ കെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടശീലങ്ങൾ വരും. മദ്യപാനം, ഡ്രഗ്സ്, പുകവലി, തമ്പാക്ക്, മറ്റേത് മറിച്ചത്, പെണ്ണുപിടി, അത് ഇത് എന്ത് വേണമെങ്കിലും ഈ സമയത്ത് വരാം. അതുമൂലം നിങ്ങൾക്ക് രോഗങ്ങൾ, അസുഖങ്ങൾ, വീഴ്ചകൾ, വണ്ടിയിൽ പോകുമ്പോൾ വണ്ടി ഇടിക്കല്, അപമാനം, പോലീസ് കയറ്റം, കോടതി കയറ്റം, അതിന് വക്കീലിന് ഫീസ് കൊടുക്കല്, അതിൽ നിന്ന് ഇറങ്ങിപ്പോരല്, മൊത്തത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനപ്പെടല്, പിന്നീട് പ്രൊഫഷനെ ബാധിച്ചിട്ട് മനോദുഃഖം ഉണ്ടാവല്, ഫാമിലിയെ ബാധിച്ച് വീട്ടില് സങ്കോചങ്ങളും ഭാര്യയും മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ തകരാറാവുന്നത്, പിന്നെ വീട് വിട്ട് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്, അന്യനാട്ടിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്, ആകെ കൂടി കുഴപ്പമായി വരാം ഒരൊറ്റ പ്രവൃത്തി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭാവാധിപനാണ് പോയിട്ട് പ്രശ്നമുള്ള ഭാവത്തിൽ പോയിട്ട് നിൽക്കുന്ന അഷ്ടമാധിപന്റെ ദശയാണ്. ബി കെയർഫുൾ, നിങ്ങൾ കെട്ടുപോകാതെ നോക്കുക. മറ്റേത് കെടുകയല്ല ചെയ്യുന്നത്, കിട്ടിയായിരിക്കും ചെയ്യുന്നത്. കെട്ടവന് കെട്ട്, കിട്ടിയവന് കെട്ട്, പെട്ടവന് കെട്ട്. അപ്പൊ നിങ്ങൾ പെടാനുള്ള സാധ്യതയായിരിക്കും മറ്റേത് വരിക. ഇവിടെ 8ാം ഭാവാധിപൻ പോയിട്ട് നീ പ്രശ്നം പിടിച്ച രാശികളിലും പ്രശ്നം പിടിച്ച സ്ഥാനങ്ങളിലും പ്രശ്നം പിടിച്ച ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടും ബന്ധത്തോടും പോയിട്ട് പ്രശ്നം പിടിച്ച ഗ്രഹങ്ങളുടെ സാരത്തിൽ ഇരിക്കുന്ന സമയത്ത് കെടാനുള്ള സാധ്യതയുണ്ട്. വളരെ ചുരുക്കി പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പടാന്ന് പറഞ്ഞു പോകുന്നത്. സമയം ഞാനിങ്ങനെ വലിച്ചു നീട്ടി പറയുമ്പോൾ സമയം കൂടുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത്. ഇനി സ്പീഡ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ വന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ പതുക്കെ നിർത്തി ഓരോ ടോപ്പിക്കായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഈ ചാനലിൽ ഇതുമാതിരിയുള്ള ടിപ്സും ഒത്തിരി വീഡിയോസും ഉണ്ട്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒരു 10 വീഡിയോ എങ്കിലും ചെയ്തതിന് ശേഷം നിങ്ങൾ കമന്റ് ഇടുക. നിങ്ങളുടെ കമന്റ് എല്ലാം ഞാൻ സുസ്വാഗതം ചെയ്യുന്നു. ഇന്നേക്ക് എത്രയുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്തീശ്വരായ നമഃ.